നേരിട്ട് തല്ലിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഓൾഡ് ഫാഷൻ പരിപാടിയാണ്. നമുക്കിവിടെ വേണ്ടാന്ന് തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ അങ്ങനെ തട്ടിക്കല്ലണം. നല്ല ഷാർപ്പ് ഷൂട്ടേഴ്സ് ആണെങ്കിൽ ഒറ്റ ബുള്ളറ്റ്. എടോ, കൊല്ലാനായിരുന്നെങ്കിൽ ശേഖരനെ എന്നേ അതാവായിരുന്നു. ശേഖരൻ മാമ വേണ്ടാന്ന് വെച്ചിട്ടാ ആരാ ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ കിടന്ന് വിലസുന്നത്? തന്തയെ കൊണ്ടിട്ട് പുല്ല് നടക്കില്ല, മോനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. രാജേന്ദ്ര, പൂച്ച എലിയിട്ട് കളിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? കൊല്ലില്ല, നല്ല പ്രാണവേദന എടുപ്പിച്ചിട്ട് പതുക്കെ പതുക്കെ അങ്ങനെ അച്ഛനെയും മോനെയും കരയിക്കുന്ന വിദ്യ ഉണ്ട്. അതിന് സമയായി. നാളെ വള്ളുവനാട് സെൻട്രൽ ബാങ്കിന്റെ ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. കടത്തിൽ മുങ്ങുന്ന ബാങ്കിനെ രക്ഷിക്കാൻ ചിലത് ചെയ്യണ്ടേ? വേണം. കിട്ടാക്കടങ്ങൾ പിരിച്ചെടുക്കണം. റീപേയിങ് കപ്പാസിറ്റി ഇല്ലാത്ത ക്ലയൻസിന്റെ ഈട് ജപ്തി ചെയ്ത് പണം വസൂലാക്കണം. എന്റെ കണ്ടീഷൻ നീലകണ്ഠന് മനസ്സിലായില്ലേ? ഒഫീഷ്യലി എനിക്കിപ്പോ ബാങ്കിൽ പവറൊന്നുമില്ല. പക്ഷേ നീലകണ്ഠന്റെ ലോണിന്റെ കാര്യത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ. ഇന്നലത്തെ ബാങ്ക് മീറ്റിംഗിൽ വലിയ ഇഷ്യൂ ആയി ഈ കേസ്. ഡയറക്ടർ ബോർഡിന്റെ മുമ്പിൽ ഞാൻ ഇൻവൈറ്റഡ് ആയിരിക്കേണ്ടി വന്നു. അവരെല്ലാം ചോദിക്കുന്നത് എന്ത് ബേസിസിലാണ് ഇത്രയും കാലം ഒരു ആക്ഷനും എടുക്കാത്തതെന്നാണ്. ഞാൻ എന്താ പറയുക, പുതിയ ഭരണം. അറിയാൻ നമ്പ്യാരെ, മുണ്ടയ്ക്കൽ ശേഖരന്റെ കയ്യിലാണെന്നാവും. ഈ വീടും പറമ്പും പണയം വെച്ച് ഞാൻ വാങ്ങിച്ച ലോണാണ് അയാളുടെ പ്രശ്നം. അല്ലെങ്കിൽ അതാണല്ലോ അയാളെ ബാങ്കിന്റെ തലപ്പത്ത് വരാൻ പ്രേരിപ്പിച്ച കാര്യം. കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എത്രയും വേഗം എത്ര രൂപ നമുക്ക് അടയ്ക്കാൻ കഴിയും? കുറച്ച് പണമെങ്കിൽ എന്നാ പിടിച്ചു നിൽക്കാൻ പറ്റും. പണം നിത്യ ചെലവിനുള്ളത് ഭാര്യയുടെയിലുണ്ടാവും. അതിന് മുകളിൽ ഒരു തുക ഞാൻ കണ്ടിട്ട് കാലം കുറേ. നമ്പ്യാരെ, ഈ 500-ന്റെ ഒക്കെ ഒറ്റ നോട്ട് ഇറങ്ങിയിട്ടില്ലേ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നീലകണ്ഠൻ എന്തായി പറയുന്നത്? കാർത്തികനെ വിളിച്ച് കാര്യം പറഞ്ഞാ പോരെ? നിങ്ങൾ ഈ പറയുന്ന 500 കൊണ്ട് അയാൾ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് മൂടും. ചോദിക്കില്ല, എന്നാലും വാങ്ങിക്കില്ല. അയാളെ അറിയിക്കുകയില്ല. കാരണം ഇത് ഞാൻ അയാൾക്ക് വേണ്ടി ചെലവഴിച്ചതല്ല, ഞാനായിട്ട് വരുത്തി വെച്ച കടമല്ലേ. അപ്പൊ പിന്നെ അറ്റാച്ച്മെന്റ് അല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. ഇറങ്ങി തരേണ്ടി വരും വിത്തിൻ നോ ടൈം. നമ്പ്യാരെ, പറമ്പിന്റെ തെക്ക് ഭാഗത്ത് എന്റെ ഭാര്യ സംസ്കരിച്ച മണ്ണ. അത്തൊടി ഒഴിവാക്കി ബാക്കി ഭാഗം അറ്റാച്ച് ചെയ്തോളൂ. അവൾ ഉറങ്ങുന്നതിനടുത്തൊരു 6 അടി മണ്ണ് എനിക്ക് വേണം. അത് മതി. അത്രയെങ്കിലും ചെയ്യാൻ കഴിയില്ലേ നിങ്ങളുടെ ബാങ്കിന്? ഇല്ല, ആ പറമ്പും വീടെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ. അതിൽ നിന്ന് 1 സെന്റ് പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ലോൺ എടുത്ത തുകയും ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയ ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിന് അത്രയും വരുന്നില്ല എന്നതാണ് സത്യം. ഒരാൾക്ക് മാത്രം ചില ഇളവുകൾ കൊടുക്കുന്നത് ന്യായമല്ല. സീബ്ര മാച്ചറോക്സ്, KPM ഇൻഡസ്ട്രീസ്, ഇവരെല്ലാം നമ്മൾ ഇതുപോലെ പിടിക്കാൻ പോവാ. ഇത് ബാങ്കിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. ഓടിയെടുത്ത് കടത്തി മുങ്ങി നിൽക്കുന്ന ബാങ്ക് രക്ഷപ്പെടണമോ എന്ന് മാത്രം ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചാൽ മതി. നമ്പ്യാരുടെ അപേക്ഷ പ്രകാരം നീലകണ്ഠന് കുറച്ചു ദിവസത്തെ അവധി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞല്ലോ. ഇതൊക്കെ തന്ത്രമല്ലേ? ആ വീടും പുരയിടും വിറ്റ എന്ത് കിട്ടും? അയാള് തലേന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ്. അയാളുടെ മോനെ അറിയില്ലേ, കാർത്തികൻ മോലാളി. അപ്പൊ പണമില്ലാത്ത അല്ലേ പ്രശ്നം? അപ്പൊ വീടും പറമ്പും അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അതെ. മരണം കാത്തു കഴിഞ്ഞ കാലത്ത് മുഴുവൻ പ്രാർത്ഥന താൻ ഉറങ്ങിക്കിടക്കുമ്പം മരിക്കണമെന്നായിരുന്നു. കഴിഞ്ഞില്ല. താൻ യാത്ര പോലും പറയാതെ പോവുകയും ചെയ്തു. ഇപ്പൊ താൻ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ യാത്ര പറയാ. പടിയിറങ്ങുക നീലകണ്ഠൻ. ഒരേ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള മോഹം കൊണ്ട് ഈ മണ്ണിന് വേണ്ടി കൈനീട്ടി കിട്ടിയില്ല. സാരമില്ലടോ, ഈ മണ്ണിലല്ല താൻ എന്റെ ഉള്ളിലാ ദഹിച്ചത്. എന്റെ നെഞ്ചില്. വരട്ടെടോ. ദേഹമേ യാത്രയാകുന്നുള്ളൂ, ദേഹി എന്നിവിടെ ഉണ്ട്.
എവിടേക്കാ വരമാ? കൈ കിട്ടണത് കൈസഞ്ചിയിൽ എടുക്കാൻ പറഞ്ഞു, എടുത്തു. കൂടെ ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങി. എനിക്കൊന്നും അറിയില്ല. എന്താ അച്ഛാ ഇത്? എല്ലാവരും വിട്ട് എങ്ങോട്ട് പോവാ? പോവാതെ നിവർത്തിയില്ല. ബാങ്ക് ജപ്തി ചെയ്ത് എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ വേണ്ടി എടുത്ത ലോണല്ലേ അത്? ഏട്ടന്റെ വീട്ടിലേക്ക് പോയില്ലെന്ന് വാശിയാണെങ്കിൽ ഞങ്ങൾക്കുള്ളൊരു വീട് അവിടെ താമസിച്ചൂടെ അച്ഛനും വാര്യമ്മോനും? സുഹ്ര, നിങ്ങളും കാർത്തികനെ എനിക്കൊരുപോലല്ലേ മോളെ. ആരോടും വാശിയില്ല. ഒരു യാത്രയ്ക്ക് സമയമായി, പോകുന്നു, അത്രേ ഉള്ളൂ. നമ്പ്യാർ സാറ് പറഞ്ഞ് കാർത്തികൻ കാര്യങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാ. പുള്ളിക്കാരൻ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ബാംഗ്ലൂരിന്ന്. എന്നോട് ഉടനെ അച്ഛനുമായി വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ബാക്കിയൊക്കെ പുള്ളി വന്നിട്ട്. ശേഖരനും ഞാനും ബന്ധുക്കളാവാൻ പോകുന്നവരാ. എന്നാലും തന്നെ സഹായിക്കാൻ ഞാൻ എന്നാലാവുന്നതും നോക്കി. കഴിയാഞ്ഞിട്ടാ. ഏയ്, ആരോടും പരിഭവമില്ല. ശേഖരനോട് പോലും. പൊയ്ക്കോളൂ. കാർത്തികനോട് പറയൂ അച്ഛനൊരു തീർത്ഥാടനത്തിന് പോയി തിരിച്ചു വന്നിട്ട് കാണാമെന്ന്. വരേ. ഓ സാർ, ഞാൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞില്ലേ? വരേ. ആ താക്കോൽ കൂട്ടം നമ്പ്യാരെ ഏൽപ്പിച്ചേക്കൂ. സുഹ്ര, മോള് വീട്ടിലേക്ക് പൊയ്ക്കോളൂ. നിക്കടോ. നിന്നെ ഈ പെരുവഴിയിൽ ആളും പടയുമില്ലാതെ തല ചായ്ക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ദരിദ്രനായി കാണാൻ കഴിഞ്ഞല്ലോ. എന്റെ ദൈവങ്ങളെ, ശേഖരൻ സാഷ്ടാംഗം വീണിരിക്കുന്നു. മംഗലശ്ശേരി. പേരിനു മുമ്പിൽ കൊമ്പന നെറ്റിപ്പട്ടം പോലെ നീ കൊണ്ടു നടന്ന നിന്റെ തറവാട്ട് പേര് ഇനി നിന്റെ കൂടെ ഇല്ല. അത് മാഞ്ഞുപോയി. എടോ, ശേഖര, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞുപോയി. നല്ല പ്രയോഗം. മായണം, മാഞ്ഞു പോണം. പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോകും. ഒടുവിൽ നഗ്നദേഹമാണ് അഗ്നിയിൽ ദഹിച്ച് ചാരമാവുന്നത്. ഒരു രാജാവും ചെങ്കോലും കിരീടവുമായി പട്ടടയിൽ ഒടുങ്ങിയിട്ടില്ല. നേടിയതും വെട്ടിപ്പിടിച്ചതും ദാനം കിട്ടിയതും വീണു കിട്ടിയതും സ്വപ്നം കണ്ടതും കണ്ണിൽ കണ്ടതും എല്ലാത്തിന്റെയും കണക്ക് പുസ്തകവും പിന്നിൽ ഉപേക്ഷിച്ചാണ് പരിത്യാഗത്തിന്റെ യാത്ര. വാനപ്രസ്ഥം തുടങ്ങുക. പ്രാണന്റെ പാതിയായിരുന്നവളെ കൈവിട്ടിട്ടും തുടരുന്ന യാത്രയിൽ വേദന തോന്നാൻ അതിലും വലുതല്ല ശേഖര കല്ലിലും മണ്ണിലും മരത്തിലും പണിത വീട്. പിന്നിട്ട വഴികളിലെങ്ങോ കാലിൽ തറച്ച നീ എന്ന മുള്ളിനെ ഞാൻ എന്നേ മറന്നിരിക്കുന്നു. മുനയൊടിഞ്ഞ ആ പഴയ മുള്ളിന് ഈ വഴിയിൽ എന്നെ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല ശേഖര. എന്റെ മേൽ നീ നേടി എന്ന് കരുതുന്നതൊന്നും ജയമല്ലടോ. എന്റെ ഹൃദയത്തിനെ, ആത്മാവിനെ ജയിക്കാൻ മാത്രം കഴിവ് ശേഖരനുണ്ടാകാൻ നീ ജന്മം പലതും ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു. വഴിമാറാം മുണ്ടക്കൽ ശേഖര.